ലവ് ജിഹാദ് നിയമം മൂലം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി കൂട്ട ഉപവാസം നടത്തി. ലവ് ജിഹാദികൾ അകപ്പെടുന്ന കുട്ടികൾ മത തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുകയാണെന്ന് ഉപവാസം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന സെക്രട്ടറി RV ബാബു പറഞ്ഞു. കോതമംഗലത്തെ TTC വിദ്യാർത്ഥിനി ഉൾപ്പെടെ ലവ് ജിഹാദിന്റെ ഇരകളാണെന്നാണ് ഹിന്ദു ഐക്യവേദി ചൂണ്ടിക്കാട്ടുന്നത്. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ലവ് ജിഹാദ് നിയമം മൂലം നിരോധിക്കുക, നിർബന്ധിത മതപരിവർത്തനം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹിന്ദു ഐക്യവേദി ജില്ലാ സമിതിയുടെ നേതൃത്വത്തിലാണ് കോതമംഗലത്ത് ഉപവാസം സംഘടിപ്പിച്ചത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്വാമി ദേവചൈതന്യാനന്ദ നേതൃത്വം നൽകിയ ഉപവാസത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് RV ബാബു നിർവഹിച്ചു. നിയമ സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ നിയമ പുസ്തകങ്ങളിൽ IPC ഇന്ത്യൻ പീനൽ കോഡിൽ എന്താണ് ലവ് ജിഹാദ് എന്ന് നിർവചിച്ചിട്ടില്ല. എന്താണ് ലവ് ജിഹാദ് എന്ന് നിർവചിക്കാത്തിടത്തോളം പാർലമെന്റിലോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്കോ പോലീസിനോ മറ്റ് അന്വേഷണ ഏജൻസികൾക്കോ ഒന്നും തന്നെ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം ലീഗൽ ടേംസിൽ ലവ് ജിഹാദ് എന്താണ് എന്ന് നിർവചിക്കാത്തിടത്തോളം കാലം ലവ് ജിഹാദ് ഉണ്ട് എന്ന് ഒരു അന്വേഷണ ഏജൻസിക്കും പറയാൻ നിവൃത്തിയില്ല. എന്നാൽ ലവ് ജിഹാദ് ഇല്ലേ? ഉണ്ട്. എന്തിനാണ് നമ്മൾ ലവ് ജിഹാദ് എന്ന് പറയുന്നത്? സോനയ്ക്കുണ്ടായ അനുഭവത്തെയാണ് നമ്മൾ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. സോനയെ പോലെ നിരവധി പെൺകുട്ടികൾ നമ്മുടെ രാജ്യത്ത്, കേരളത്തിൽ, മുഴുവൻ ഭാരതത്തിൽ അങ്ങനെ നിരവധി പെൺകുട്ടികൾ, എണ്ണിയാലൊടുങ്ങാത്ത പെൺകുട്ടികൾ. രാവിലെ ആരംഭിച്ച ഉപവാസം വൈകുന്നേരമാണ് സമാപിച്ചത്. സമാപന സമ്മേളനം സംസ്ഥാന രക്ഷാധികാരി KP ശശികല ഉദ്ഘാടനം ചെയ്തു. GTV ന്യൂസ്, കോതമംഗലം.